ഗോവിന്ദൻ വീണ്ടും CPM സംസ്ഥാന സെക്രട്ടറി. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി പദം ഒഴിഞ്ഞപ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കാതെ പിണറായി വിജയൻ CPM കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെച്ച പേരാണ് MV ഗോവിന്ദന്റേത്. സമ്മേളനം വഴി ഗോവിന്ദൻ ആദ്യമായാണ് സെക്രട്ടറിയാകുന്നത്. സംസ്ഥാന സമിതിയിലേക്ക് 17 പുതുമുഖങ്ങൾ ഉൾപ്പെടെ 89 പേർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2.5 വർഷത്തിനിടെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാതെ പാർട്ടിയുടെ മുഖവും ശബ്ദവുമായി പ്രവർത്തിച്ച മികവിന് അംഗീകാരമായാണ് MV ഗോവിന്ദനെ വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. 2028 അടുത്ത സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഗോവിന്ദന് പ്രായം 74 ആയിരിക്കും. CPMലെ പ്രായപരിധി നിബന്ധന ബാധകമാവില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. എക്സൈസ് തദ്ദേശ വകുപ്പ് മന്ത്രിസ്ഥാനം രാജിവെച്ചാണ് ഗോവിന്ദൻ ആദ്യം സംസ്ഥാന സെക്രട്ടറി ആയത്. ഇതിനു മുൻപ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് അത്തരത്തിൽ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് എത്തിയത് പിണറായി വിജയൻ മാത്രമാണ്. ചടയൻ ഗോവിന്ദന്റെ നിര്യാണത്തെ തുടർന്ന് നയനാർ മന്ത്രിസഭയിൽ നിന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രിസ്ഥാനം രാജിവെച്ചാണ് പിണറായി സംസ്ഥാന സെക്രട്ടറി ആയത്. ദീർഘകാലം ആ ചുമതലയേറിരുന്ന പിണറായി വിജയൻ പാർലമെന്ററി രംഗത്തേക്ക് തിരിച്ചെത്തിയത് മുഖ്യമന്ത്രിയായാണ്. പിണറായിയേക്കാൾ സൗമ്യമുഖമാണെങ്കിലും ഇടപെടലിലും പാർട്ടി ശൈലിയിലും അദ്ദേഹത്തിന്റെ പകർപ്പാണ് MV ഗോവിന്ദൻ. കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുന്ന ചിത്രം നമ്മൾ കാണുന്നത് ലോകത്തിന്റെ വിവിധ മേഖലയിൽ ആഫ്രിക്കൻ വൻകരയിൽ ഡസൻ കണക്കിന് രാജ്യങ്ങളിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായ പോരാട്ടങ്ങൾ വളർന്നു വരുന്നതും പുതിയ ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നതും നമ്മൾ കാണുകയാണ്. തീവ്ര വലതുപക്ഷ ശക്തികൾക്കെതിരായിട്ട് UK ഉൾപ്പെടെ ഫ്രാൻസ് ഉൾപ്പെടെ ഉള്ള മേഖലയിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പുരോഗമന ശക്തികൾക്കും അതുപോലെ തന്നെ തീവ്ര വലതുപക്ഷ ശക്തികൾക്കെതിരായിട്ട് നിൽക്കുന്ന വിഭാഗങ്ങൾക്കുമെല്ലാം അതിശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന പുതിയ സാഹചര്യം. ഈ സാഹചര്യങ്ങളെല്ലാം ഗൗരവപൂർവ്വം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, മുമ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ലോകം എങ്ങോട്ടേക്കാണ് യാത്ര എന്നതിനെപ്പറ്റി യാതൊരു സംശയമില്ല. സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന മുതലാളിത്ത പ്രതിസന്ധി ലോകത്തെമ്പാടും അമേരിക്ക ഉൾപ്പെടെ ബാധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ ഓരോ രാജ്യത്തും വർഗസമരത്തിൻ്റെ പാതയിലൂടെ മുന്നേറാൻ സാധിക്കുന്ന ഒരു പുതിയ സാഹചര്യത്തിലാണ് ലോകമുള്ളത്. അതിന് ജനകീയ ചൈനയുണ്ട്, ക്യൂബയുണ്ട്. ക്യൂബക്കെതിരായിട്ട് ട്രംപിൻ്റെ അതിശക്തിയായ കടന്നാക്രമണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനെതിരായ പ്രമേയം നമ്മൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ലോകത്ത് നിലനിൽക്കുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും അതുപോലെ തന്നെ ഇടതുപക്ഷ നിലപാടുകളുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങളും ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന ഭരണകൂട ശക്തികൾക്കെതിരായിട്ടുള്ള അധ്വാനിക്കുന്ന വർഗവുമെല്ലാം വലിയ പോരാട്ടങ്ങളും സമരങ്ങളും നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് ഇന്ത്യയിൽ തീവ്ര വലതുപക്ഷം, അതാണ് നരേന്ദ്രമോദി. വലതുപക്ഷം എന്ന് പറയുമ്പോൾ ഇവിടെ ഹിന്ദുത്വ അജണ്ട, ഹിന്ദുത്വ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി ഹിന്ദുത്വ രാജ്യം സൃഷ്ടിക്കാൻ അമിതാധികാര വാഴ്ചയുടെ ഭാഗമായിട്ടുള്ള ഫാസിസ്റ്റ് പ്രവണതയുള്ള ഒരു സമൂഹമാണ്, ഒരു ഭരണ സംവിധാനമാണ് ഇന്ത്യയിൽ ട്രംപ് കൈകാര്യം ചെയ്യുന്നത്. ഇതിനെതിരായ വലിയ പോരാട്ടങ്ങളും സമരങ്ങളും രാജ്യത്ത് ഉയർന്നു വരും. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കവും ഫെഡറൽ സംവിധാനവും തകർക്കാൻ കാറ്റകെട്ടി ഇറങ്ങി പുറപ്പെട്ട, യഥാർത്ഥത്തിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ കഴിഞ്ഞ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് 430 സീറ്റ് കിട്ടണം. ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി മനുസ്മൃതിയിൽ ഊന്നിയ ഒരു പുതിയ ഭരണഘടന വേണം എന്നായിരുന്നു അവരുടെ ഉന്നം. അതുവഴി 2025 RSSന്റെ 100ാം വാർഷികം ആചരിക്കുന്ന സന്ദർഭമാകുമ്പോഴേക്ക് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമെന്ന് പ്രഖ്യാപിക്കുക, മതരാഷ്ട്രമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അവരുടെ ഉന്നം. ആ ഉന്നം പരാജയപ്പെട്ടു. EP ജയരാജനും TP രാമകൃഷ്ണനും സംസ്ഥാന സമിതിയിൽ തുടരും. 5 ജില്ലാ സെക്രട്ടറിമാരെയും മന്ത്രി R ബിന്ദുവിനെയും സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രി വീണ ജോർജ് സംസ്ഥാന സമിതിയിലെ പ്രത്യേക ക്ഷണിതാവാണ്.